നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം മോക്ഷം, അതിലേക്ക് അത് തരിക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കർത്തവ്യം. നമുക്ക് ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ശിവക്ഷേത്രം എന്ന് പറയുന്നത് അതെനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഞാൻ എവിടെ ശിവക്ഷേത്രം ഉണ്ടെങ്കിലും ഞാൻ ഒരു വട്ടെങ്കിലും ഒന്ന് പോയി തൊഴും. തമിഴ്നാട്ടിൻ്റെ ആ ഒരു ശൈലിയിലാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കന്നഡ ശൈലിയിലാണ് ഇവിടെയുള്ള ഈ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. സമയം പുലർച്ചെ 5:30 ആയിട്ടുണ്ട് കേട്ടോ. എറണാകുളത്തെ ശിവക്ഷേത്രമായിട്ടുള്ള എറണാകുളത്തപ്പൻ ശിവക്ഷേത്രത്തേക്ക് ഒന്ന് പോകാമെന്ന് ചോദിച്ചു. എടപ്പള്ളിയിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം ഒരു 14-15 മിനിറ്റേ ഉള്ളൂ. പിന്നെ വൈകിട്ടാണ് പോകുന്നത് വെച്ചെങ്കിൽ ഭയങ്കര ട്രാഫിക്ക്, ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ, തിരക്ക്. കലൂർ പാലാരിവട്ടം പോകുന്ന വഴിയിൽ ഫുൾ ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പുലർച്ചെ സമയത്താണ് വെച്ചെങ്കിൽ വണ്ടികളില്ല, തിരക്കുകളില്ല. അപ്പം ഈ ഒരു ടൈമിൽ തന്നെ ക്ഷേത്രത്തിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ മെയിൻ റോഡ് വന്ന് കലൂരെത്തി കേട്ടോ. കലൂർ പള്ളിയാട്ടോ കാണുന്നത്. കലൂരെത്തി ഈ ഒരു സമയത്ത് വണ്ടികളൊന്നും ഉണ്ടാവില്ല എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ നിറയെ വണ്ടികളാണ്. പക്ഷേ വൈകിട്ട് പോകാനായിട്ട് അത്ര തിരക്കൊന്നുമില്ല. വൈകിട്ട് ഭയങ്കര റിസ്ക്കാണ് പോകാനായിട്ട് ഈ റൂട്ടൊക്കെ. ജംഗ്ഷനിൽ ലെഫ്റ്റ് പോയാൽ എംജി റോഡും പിന്നെ നേരെ ഇതിൽ ഹൈക്കോർട്ടും തന്നെയാണ്. ഈ വഴി അധികം വരാറില്ല. പിന്നെ ഈ മറൈൻ ഡ്രൈവ് നേരെ പോയാൽ മറൈൻ ഡ്രൈവ് റൂട്ടൊക്കെ പോകട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു മറൈൻ ഡ്രൈവിനടുത്താണ് ക്ഷേത്രമൊക്കെ വരുന്നത്. എനിക്ക് നേരെ പോകുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ഫുള്ള് ബിൽഡിംഗ് സമുച്ചയങ്ങളാട്ടോ. അവിടെ കാണാം മറൈൻ ഡ്രൈവ് ഏരിയ ആട്ടോ കാണുന്നത്. അവിടെയൊക്കെ ഇത് കണ്ടാൽ മറൈൻ ഡ്രൈവിൻ്റെ ഒരു ആർച്ച്, ഒരു ബ്രിഡ്ജ്, ചെറിയ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് നേരെ പോകണം, കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. അത് നിറയെ മരങ്ങളാട്ടോ ഇവിടെ. ഈ ഒരു വഴി അടിപൊളിയാട്ടോ. ഫുള്ള് 2 സൈഡിലും വലിയ വലിയ മരങ്ങൾ ഉണ്ട്. അവിടെ കായലോരങ്ങളാണ് അവിടെ അപ്പുറത്ത്. അതിനോപ്പോസിറ്റായിട്ടാണ് ടെമ്പിളിൻ്റെ കവാടം. ഇതിന് മുകളിലുള്ള ഓം നമഃ ശിവായ കത്തിയായിരുന്നു ശരിക്കും നിന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരനട കേട്ടോ. തൃശ്ശൂരിലെ വടക്കുന്നാഥനെ പോലെ എറണാകുളത്തെ ഏറ്റവും പ്രധാന ശിവക്ഷേത്രമാണ് ഈ എറണാകുളത്തപ്പൻ ശിവക്ഷേത്രം. ഇത് മറൈൻ ഡ്രൈവിനോടൊക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെ കൊച്ചി കായലിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം. നമുക്ക് ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ശിവക്ഷേത്രം എന്ന് പറയുന്നത് അതെനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഞാൻ എവിടെ ശിവക്ഷേത്രം ഉണ്ടെങ്കിലും ഞാൻ ഒരു വട്ടെങ്കിലും ഒന്ന് പോയി തൊഴും. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കാണാത്ത രീതിയിൽ 2 ഭാവങ്ങളിലാണ് ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാൻ പരമേശ്വരനുള്ളത്. ഒന്ന് പാർവതി സമേതനായിട്ട്, പാർവതിയോട് ചേർന്നിട്ടാണ് മെയിനായിട്ടുള്ള ശ്രീകോവിലിനുള്ളിൽ പരമേശ്വരൻ ഉള്ളത്. അതുകൂടാതെ തൊട്ടടുത്ത് തന്നെയായിട്ട് കിരാതമൂർത്തി ഭാവത്തിൽ, അതായത് കുറച്ചും കൂടി രൗദ്രഭാവത്തോട് കൂടിയിട്ട് കിരാതമൂർത്തിയായിട്ട് ഭഗവാൻ പരമേശ്വരനോട് ഉണ്ട്. ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും സാധാരണ നമുക്ക് ശിവലിംഗം റൗണ്ട് ഷേപ്പിലുള്ള ശിവലിംഗമൊക്കെ കാണാം. പക്ഷെ പരന്ന രീതിയിലുള്ള ഒരു പാറക്കല്ലാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ. പിന്നെ പരമേശ്വരൻ എന്ന് പറയുമ്പോൾ മോക്ഷദായകനാണ്. ഭഗവാൻ നമുക്ക് തരുന്നത് വലിയ വലിയ നമ്മൾ ആഗ്രഹങ്ങൾ നേടിത്തരുക എന്നുള്ളതല്ല. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം മോക്ഷം, അതിലേക്ക് അത് തരിക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കർത്തവ്യം. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തു നിന്നും അതുപോലെ കിഴക്കേ ഭാഗത്തു നിന്നും വലിയ ഗോപുരം പണിത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ഭാഗത്തു നിന്നും കടക്കാം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട നമ്മൾ കയറി വന്നത് പടിഞ്ഞാറേ നടക്കുകയായിരുന്നു. ഇത് കിഴക്കേ നട. ക്ഷേത്രത്തിനടുത്തായിട്ട് 2 ക്ഷേത്രങ്ങളുണ്ട് വേറെ. ഒന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം, ഒന്ന് ഇത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് പുറത്തായിട്ട് പ്രധാനപ്പെട്ട വേറെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമാണ്, അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രവും. അതായത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന തമിഴരും അതുപോലെ കന്നഡക്കാരും ഒക്കെ ഉണ്ട്. കന്നഡക്കാരാണോ അതോ കന്നഡിയർ എന്നാണോ പറയാമെന്നറിയില്ല. അപ്പം ഇവരുടെ ആവശ്യപ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. തമിഴർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ആ ഒരു ശൈലിയിലാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആ ഗോപുരം, മുകളിലുള്ള ഗോപുരമൊക്കെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ പോലെ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ പൂജാക്രമങ്ങളെല്ലാം തന്നെ തമിഴ്നാട്ടിലെ അതേ രീതിയിലൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഈ വടക്ക് ഭാഗത്തുള്ള വഴി, ഇതവിടെ ചെറിയൊരു വഴിയുണ്ട്. ഇവിടുന്ന് ആളുകൾക്ക് ഇത് കൂടെയും കയറാം.
അതുപോലെ കന്നഡ ശൈലിയിലാണ് ഇവിടെയുള്ള ഈ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പൂജകളും കാര്യങ്ങളെല്ലാം ഈ കന്നഡ ആൾക്കാരൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അവരുടേതായ രീതിയിലുള്ള പൂജാക്രമങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ശിവക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ഒരു കുളമുണ്ട്. ഈ ഒരു കുളം അറിയപ്പെടുന്നത് കൃഷിനാഗക്കുളം എന്നാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു കുളം, ആ കുളത്തിൻ്റെ പേര് പുഷ്കരണി എന്നാട്ടോ. പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഷോപ്പുണ്ട്. അവിടെ ശിവലിംഗം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കവടം പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ശിവലിംഗവും അപ്പുറത്ത് നന്ദിയുടെ ഒരു സ്റ്റാച്ചും കൂടി വെച്ചിട്ടുണ്ട്. സമയം നേരെ വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ ലൈറ്റ് അത്ര വെളിച്ചൊന്നും ഉണ്ടാവില്ല. എറണാകുളത്തപ്പൻ ഗ്രൗണ്ട്, എറണാകുളത്തപ്പൻ ഹാള് എന്നതാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടും. പിന്നെ ഇവിടെ എവിടെയാണ് ഹോള്, കാണുന്നതാണ് ഹോള് വരുന്നത്. ഇവിടെ എറണാകുളത്തെ പല പരിപാടികളും നടക്കുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും. അവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവച്ച് നോക്കുന്ന ആരുകൾ. വലിയൊരു ശിവലിംഗം കേട്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ജസ്റ്റ് ഒരു മോഡൽ പോലെ വെച്ചതാണ്. ഇവിടെ നന്ദിയുടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ സൗത്ത് ഗോപുരമായിട്ടാണ് കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്നും കിഴക്ക് ഭാഗത്തുനിന്നും നമുക്ക് ഉള്ളിലേക്ക് കയറാം. പിന്നെ ഈ വടക്ക് ഭാഗത്തു നിന്നാണ് അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ആ വഴിയിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കടക്കാം കേട്ടോ. പിന്നെ തെക്ക് ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവിടെ വന്നാലും അറിയില്ല. തെക്ക് ഭാഗത്ത് കൂടെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. മോർണിംഗിൽ കുറേ ആളുകളൊക്കെ നടക്കാനൊക്കെ നടക്കാനൊക്കെ ഇറങ്ങാൻ സുഖമാണ്. പിന്നെന്താ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പം അവിടെ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. എന്താ പറയുക, കുറേ നേരം അവിടെ നിൽക്കാൻ തോന്നും. അത്രയും പോസിറ്റീവ് വൈബ്രേഷനാണ് അതിൻ്റെ ഉള്ളിൽ. അവിടെ ഉടുക്ക് കൊട്ടുന്നത് പോലെ കൊമ്പും മേളം, പഞ്ചവാദ്യം പോലെ മേളമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത്. അപ്പോൾ ഞാൻ അത്ര പ്ലാൻ ചെയ്തിട്ടൊന്നല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. ജസ്റ്റ് ഒന്ന് വന്ന് തോന്നണമെന്ന് തോന്നി, അപ്പോൾ തന്നെ വന്നു. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ കാരണം ഞാൻ എവിടെ പോയാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടൊന്നല്ല.